രാത്രി നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ ആശുപത്രിയിൽ പോവുകയാണ് അച്ഛ. അവിടെ ചേട്ടൻ തനിച്ചേ ഉള്ളൂ. ഞാൻ കൂടെ വരാം മോളെ. വേണ്ട അച്ഛ, അച്ഛൻ സമാധാനമായി പോയി കിടന്നുറങ്ങും. Thank you. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് നളിനി. ഞാൻ ചന്ദ്രന്റെ സഹോദരി. ഞാൻ ആരാണെന്ന് നിങ്ങൾ ഇപ്പൊ അറിയണം. ഏതായാലും ബ്രദറിന്റെ അടുത്തിരുന്ന് അയാളെ സൂക്ഷിച്ചോളൂ. കേശുള്ളേ കടുവായ കിടുവ പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇന്നലെയാണ് അത് സംഭവിച്ചത്. ആ പാല് കുടിച്ചതേ അറിയാവൂ. ബാക്കി നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ബുദ്ധിപൂർവ്വം പ്രയോഗിച്ച ഒരു തന്ത്രമാണ്. ഉറക്ക ഗുളികളാണ് ഇതിൽ കലർത്തിയിരിക്കുന്നത്. ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. ഉടനെ തന്നെ ആ നേഴ്സ് രാധയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും. പാടില്ല കേശവല്ലേ. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. അവനെ നമുക്ക് കണ്ടുപിടിക്കണം. ഏതായാലും അവളുടെ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചോളൂ. സാറിനെ കാണാൻ സ്ത്രീ വന്നു നിൽക്കുന്നു. ചന്ദ്രന്റെ സഹോദരിയായിരിക്കും. ശരി, വരാൻ പറയും. ഇരിക്കൂ, പ്ലീസ് ഡൗൺ. ഇപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ. മിസ്റ്റർ ചന്ദ്രന്റെ ചില വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ബുദ്ധിമുട്ടൊന്നുമല്ല സാർ, ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്. ആ മോട്ടോർ സൈക്കിൾ സംഭവം ആരോ കരുതിക്കൂട്ടി ചെയ്തിരിക്കുമെന്നാണ് ഞങ്ങളുടെ സംശയം. മിസ്റ്റർ ചന്ദ്രന് ആരെങ്കിലും ശത്രുക്കളുണ്ട്? ചേട്ടന് സ്നേഹിതരല്ലാതെ ശത്രുക്കൾ ആരുമില്ല സാർ. മിസ്റ്റർ ചന്ദ്രന്റെ എല്ലാ സ്നേഹിതന്മാരെയും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമോ? എനിക്കറിയില്ല സാർ. സ്നേഹിതകളെയോ? ഐ മീൻ ഗേൾ ഫ്രണ്ട്സ്? ചേട്ടൻ എങ്ങനെ ആരും ഗേൾ ഫ്രണ്ട്സ് ഇല്ല സാർ. ഐ സീ. മിസ്റ്റർ ചന്ദ്രന്റെ മുറിയും സ്വകാര്യ വെച്ചുകൂട്ടും ഞങ്ങൾ പരിശോധിക്കുന്നതിൽ വിഷമമില്ലല്ലോ? സന്തോഷമേ ഉള്ളൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ. ഞാൻ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ആ കേസും മിസ്റ്റർ ചന്ദ്രന്റെ സംഭവവുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു. ഏതായാലും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സാർ. സാർ എന്നാണ് വീട്ടിലേക്ക് വരുന്നത്? ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. പക്ഷെ എല്ലാം രഹസ്യമായിരിക്കണം. എക്സ്ക്യൂസ് മീ മാഡം, ഇനി ഞാൻ വീട്ടിൽ വരുമ്പോ വീണ്ടും എന്നോട് ഗുസ്തിക്ക് തയ്യാറാകരുത്. ഐ ആം സോറി സാർ. ഞാൻ ഇന്നലെ ആളെ മനസ്സിലാക്കിയില്ല. ഇവിടെ വന്ന് കയറി സാറിനെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സാർ. ഞാനും ഞെട്ടിപ്പോയി. ഈ മുറിവ് ഇന്നലത്തെ ഗുസ്തിക്കിടയിൽ നിങ്ങളുടെ നഖം കൊണ്ടതാണ്. ഐ ആം സോ സോറി സാർ. നഖം വെട്ടിയാൽ വിരലുകൾക്കും നല്ലത്, പൊതുജനങ്ങൾക്കും നല്ലത്.
ശരിയാ, സാറ് തന്നെ മുറിക്കണം. ശരി, എനിക്ക് കിട്ടിയ ജോലി കൊള്ളും. വിരലിലാണല്ലോ തുടക്കം. അതെ അതെ, കൈവിരലുകളിൽ നഖ വരുന്നാൽ അത് അസൗകര്യം തന്നെയാണ്, മുറിയും. മദർ, ഇന്ന് ജയന്റെ പിറന്നാളാണ്. ഓഹോ, ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ ഒന്ന് പുറത്തു കൊണ്ടുപോയിക്കോട്ടെ, വൈകുന്നേരം തിരിച്ചുകൊണ്ട് വിട്ടേക്ക്. ഓയേ മദർ, ഇത് എന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്ക്. വെരി ഗുഡ്, വരും മോളെ. സാർ, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഭേദമാകുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഡോക്ടർ ചന്ദ്രനെ മെന്റൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ അഭിപ്രായം. ദാറ്റ് ഇസ് ബെറ്റർ. വേണ്ട ഡോക്ടർ, ഇവന് ഭ്രാന്താശുപത്രി അയക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്ടിൽ വെച്ച് ഏത് ട്രീറ്റ്മെന്റും ആകാം, എത്ര പണം ചെലവാക്കിയാലും സാരമില്ല. ഇത് പ്രാന്താശുപത്രിയിലേക്ക് എന്റെ കേസാണ്, അവർ അഡ്മിറ്റ് ചെയ്താലേ പറ്റൂ. രാധേ, കേസിന്റെ സ്വഭാവവും ചികിത്സ നിശ്ചയിക്കേണ്ട ഞാനാണ്. പക്ഷേ ഡോക്ടർ, ഇത് വീട്ടിൽ വെച്ച് ചികിത്സിക്കാൻ പറ്റുമോ? അമീഷ കേസല്ലേ? That I will decide. എങ്കിലും ഡോക്ടർ. Shut up! Excuse me. Excuse me, sir. പ്രാന്താശുപത്രിയിൽ അയച്ച് ചികിത്സിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. സാർ, ആംബുലൻസ് റെഡി. നളിനി, വേറെ വീട്ടിലാക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. മോനെ ചേട്ടാ, ചന്ദ്ര, എണീക്കൂ. ആ, എണീക്കൂ. ഹലോ ഹലോ, രാധ ഓൺ ദി ലൈൻ. യെസ്, ഷെയർ ഓൺ ദ ലൈൻ, സ്പീക്ക് ഓൺ. എക്സ്ക്യൂസ് മീ, ചന്ദ്രനെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ വളരെ ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല. ഐ ആം ഹെൽപ്ലെസ്. ഐ സീ. Yes, you are really helpless. നീ ആരോടാണ് സംസാരിച്ചത്? നിന്നോടാണ് ചോദിച്ചത്, നീ ആരോടാണ് സംസാരിച്ചതെന്ന്. ഹലോ, ഐ ആം സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ സതീഷ്. സാർ,
നളിനി കയറി വരൂ, കയറി വരൂ. ഓഹോ, അങ്ങോട്ട് അടുത്തേക്ക് വരൂ. ദാ കേശവളെ, ഇവളുടെ വായൊന്ന് തുറപ്പിക്കണ എന്താ ഒരു വഴി? സാറേ, ചട്ടകം പഴുപ്പിച്ച് ചെന്യായവും കുരുമുളകും കാന്താരിമുളകും കൂടി അരച്ചതിൽ പെരട്ടി. ഒരേ പെരട്ടും പെരട്ടണ്ട, നേരെ വന്നിട്ടിക്കോട്ടെ. എവിടെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിച്ചത്? വിശാലം, നമ്മളെ ഉറക്കിയതുപോലെ ആദ്യം ഇവിടെ ഒന്ന് ഉറക്കിയെടുക്കണം. എന്നിട്ട് എന്ത് വിളിച്ച് സാറ് കണ്ടോ ഒരു കളി? എന്തായാലും വിശാലത്തിന്റെ സാരി ഇവൾക്ക് യോജിക്കുന്നു. സാറേ, നമുക്ക് ഇവിടെ പോലീസിൽ ചേർത്താൽ ചോറായിരിക്കും. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആളുകളെയും ഉറക്കി കിടത്തിയിട്ട് ഇവിടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അവിടെ നോട്ടം കണ്ടില്ലേ? നിന്റെ കളി അമ്മാവൻ എന്തിനാ ഞാൻ വരാൻ ഫോൺ ചെയ്തത്? ദാ അകത്ത് കിടക്കുന്നു കൂട്ടുകാരി. അയ്യോ, ഇതെന്ത് പറ്റി? ഇതുവരെയൊന്നും പറ്റിയില്ല, പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പറ്റിക്കും. മോളെ, ഇവിടെ ആസ്പത്രിയിൽ വന്നിട്ട് എത്ര കാലമായി? ഈ ഇടയ്ക്കാണ് അമ്മവ ട്രാൻസ്ഫർ ആയി വന്നത്. I see. ഇവിടെ അന്വേഷിച്ച് ആരെങ്കിലും ആശുപത്രിയിൽ വരാറുണ്ടായിരുന്നു? പതിവായി ഒരാൾ കാണാൻ വരാറുണ്ടായിരുന്നു. ആരാണത്? ആളറിഞ്ഞുകൂടാ, കണ്ടാൽ തിരിച്ചറിയാം. ആളെങ്ങനെ ഇരിക്കും? നല്ല പൊക്കമുള്ള ഒരാൾ, ചുരുണ്ട മുടി, മീശുണ്ടോ? ചെറിയ മീശയുണ്ടെന്നാണ് ഓർമ്മ. എപ്പോഴാണ് സാധാരണ വരിക? ഡ്യൂട്ടി കഴിഞ്ഞ് പോകാറാവുമ്പോഴാണ് സാധാരണ വരിക. പച്ചപിടിക്കാരനായിരിക്കും സാറേ. കാര്യം എന്താണ് സാർ? ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഗാങ്ങിന്റെ പ്രധാന കണ്ണിയാണ്. ഗുരുത്വത്തിന് അവൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വീണു. ബാക്കി ഇവളുടെ ആശാക്കന്മാരെ ഒവ്വണ്ണ ഞാൻ പെറുക്കി എടുത്തോളാം. ഞാൻ പൊയ്ക്കൊല്ലട്ടെ അമ്മാവ, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. നീ ഏതായാലും നടന്നു പോണ്ട. എന്റെ മരുമകളെ ഒന്ന് ആസ്പത്രി വരെ ആക്കണം, അത്രയല്ലേ ഉള്ളൂ. ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ജീപ്പിനകത്ത് ആക്കി തരാം. വിശാലം, എന്തൊരു ചേർച്ച! ആ കുണിങ്ങി കുണിങ്ങിയുള്ള പോക്ക്. അയ്യോ, പച്ചലയും കത്രിയും പോലിരിക്കുന്നു. അല്പം പ്രായ കൂടുതലായെങ്കിലും നമ്മൾ ഒട്ടും മോശമൊന്നും അല്ല. ചേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനാ. എപ്പോഴാ ഡ്യൂട്ടി? ഇനിയും 1 മണിക്കൂറോടെ ഉണ്ട്. എന്നാ നേരത്തെ പറയാമായിരുന്നില്ലേ? സമയമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഇത്ര വെപ്രാളപ്പെടാതെ നമുക്ക് സാവധാനത്തിലാകാമായിരുന്നല്ലോ. എന്തോന്ന്? അല്ലല്ല, ഓവർ സ്പീഡൊന്നും കൂടാതെ ആണൊക്കെ അടിച്ച് നമുക്ക് പതുക്കെ വണ്ടിയിൽ വരാമായിരുന്നല്ലോ എന്ന്. അത് ശരി, ഞാൻ വിചാരിച്ചു ഓവർ സ്പീഡുകാരനാണെന്ന്. അയ്യോ, ഞാൻ സ്ലോ ആണെന്നുള്ള കാര്യം ലോകപ്രശ്നമല്ലോ. ആട്ടെ, ഇവിടെ വരുന്നവരെ എന്താ ഒന്നും മിണ്ടാതിരുന്നു? അത് ഡ്യൂട്ടി. അനന്തരം അവളെ ആശുപത്രി കൊണ്ടുവന്ന് ആക്കണമെന്ന് കേശവുള്ള പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നു ആക്കി. അതിനിടെ പിന്നെ കിന്നാരം പറയുന്ന ഇഷ്ടമാണോ? ഇതുവരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഒരാളോട് ഇച്ചിരി. നിങ്ങളൊക്കെ വലിയ ആളുകൾ, ഞാൻ വെറും. വരട്ടെ, അത് പ്രേമത്തിന്റെ 3ാം ഘട്ടത്തിൽ പറയാനുള്ള വാചകം. കണ്ടുമുട്ടി, മിണ്ടി, അടുത്തതോടെ. ആൾ വലിയ സരസനാണല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ ഇനി അടുത്ത തവണ കാണാം. ബൈ 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 ബൈ. വെരി സോറി മാഡം, നല്ല വാർത്തയുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഭാഗ്യദോഷിയായി എനിക്ക് നല്ലതൊന്നും സംഭവിക്കാറില്ല. ഈ ഹോട്ടൽ അദ്ദേഹം വിലക്ക് വാങ്ങി. ആര്? മിസ്റ്റർ ശേഖർ. ഇവിടുത്തെ നർത്തകിയായി മാലിന്യ എന്നൊരു സുന്ദരിയെ നിയമിക്കുകയും ചെയ്യും. ഓഹോ, അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണം? ഇതുവരെയുള്ള ശമ്പളം കണക്കേർത്ത് വാങ്ങി മുറി വിടാനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഐ ആം ഹെൽപ്ലെസ്. ഞാൻ നൃത്തം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മാനേജർക്ക് അറിഞ്ഞുകൂടെ? എന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാനല്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല. എനിക്കെന്റെ മകളെ വളർത്തണം, അവളെ പഠിപ്പിക്കണം. ഏതെങ്കിലും വിധത്തിൽ മാനേജർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമായിരിക്കും. എമിലി,
എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? മാലിനി എമിലിയേക്കാൾ മികച്ച നർത്തകിയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെയും നൃത്തം കണ്ട് ജനങ്ങൾ വേണം അഭിപ്രായം പറയാൻ. മാനേജർ, ഞാൻ പൊയ്ക്കൊള്ളാം. പക്ഷേ അതിനു മുൻപ് എന്നോട് മത്സരിച്ച് മാലിനി നൃത്തം ചെയ്യണം. ഞാൻ തോറ്റാൽ ആ ക്ഷണം ഞാൻ പൊയ്ക്കൊള്ളാം. എന്താ? എമിലി പറയുന്നത് തികച്ചും ന്യായമാണ്, ഒരു കലാകാരിയുടെ അവകാശവുമാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ സമാധാനം പറയും? ചോദിച്ചിട്ട് മതി. ശരി.